എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ ശ്രുതി ഉറങ്ങുന്നതിനിടയിൽ സ്വപ്നം കാണുന്നുണ്ട്. ശ്യാമ അശ്വിന്റെ തലക്കടിക്കുന്നതാണ് കാണുന്നത്. അലറി വിളിച്ചുകൊണ്ട് ശ്രുതി എഴുന്നേൽക്കുകയാണ്. അശ്വിൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, നിനക്ക് എന്താ പറ്റിയേ? അശ്വിൻ സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. ശ്രുതിയാണെങ്കിൽ നിർത്താതെ കരയുമായിരിക്കും. അശ്വിൻ ചോദിക്കുന്നുണ്ട്, പറ, എന്താ നിനക്ക് പറ്റിയേ? നീ വല്ല സ്വപ്നവും കണ്ടോ? ഞാനൊരു ദുസ്വപ്നം കണ്ടു അശ്വിൻ സാറേ. എന്താ കണ്ടേ? അത് അശ്വിൻ സാറിന്റെ തലയ്ക്ക് അടി കിട്ടുന്നതാ. എന്റെ തലയ്ക്ക് അടി കിട്ടുന്നതോ? എന്നിട്ട് നീ എന്തിനെങ്ങനെ കരയുന്നേ? ഇതൊക്കെ ചോദിക്കുമ്പോഴും ശ്രുതി കരയുന്നേ ആയിരിക്കും. നീ കരയാതിരിക്കെ, ഇങ്ങ് വാ. നീ വിശ്വസിക്കുന്ന നിന്റെ കൃഷ്ണനുണ്ടല്ലോ, ഈ കൃഷ്ണന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്ക്. ഇനി സ്വപ്നമൊന്നും കാണരുതേ, ദുസ്വപ്നങ്ങളൊന്നും എന്നെ ഉറക്കം കെടുത്തരുതേ എന്ന് നീ പ്രാർത്ഥിക്ക്. എന്നിട്ട് ആ ഭസ്മം എടുത്തു തോട്. അപ്പൊ പിന്നെ നീ സ്വപ്നമൊന്നും കാണില്ല. എൻ്റെ അമ്മ അങ്ങനെയാ ചെയ്തിരുന്നത്. അഞ്ജലി ചേച്ചി എന്തെങ്കിലും സ്വപ്നം കണ്ടാല് ഇതുപോലെയാ പറയാ. അതാ നീയും പ്രാർത്ഥിക്ക്. അങ്ങനെ ശ്രുതി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കൃഷ്ണ, എൻ്റെ അശ്വിൻ സാറിന് ഒരു കുഴപ്പം ഉണ്ടാവരുതേ, ഒരാപത്തും വരുത്തരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഭസ്മം തൊടുന്നുണ്ട്. അങ്ങനെ ശ്രുതി പോയി കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം ശ്രുതി ഒരു ഓർഡറിന്റെ കാര്യത്തിന് ഒരു വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. ഒരു സ്ത്രീ ശ്രുതിയെ വിളിച്ചിരുന്നു. ഒരു വലിയ ഓർഡർ ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് താൻ വീട്ടിലോട്ടൊന്ന് വരണമെന്ന്. അതെന്നാ ശ്യാമ ശബ്ദം മാറ്റി സംസാരിച്ചതായിരിക്കും. ശ്യാമിനെ എങ്ങനെയെങ്കിലും അശ്വിനെയും ശ്രുതിയെയും പിരിക്കണം. അതിനായിട്ട് ശ്രുതി ഒരു മോശക്കാരിയാണെന്ന് ചിത്രീകരിക്കാനായിട്ടായിരിക്കും ഇങ്ങനൊരു പ്ലാൻ ഇടുന്നത്. കൂടെ മനോരമയും ഉണ്ടായിരിക്കും. അങ്ങനെ ശ്രുതി ആ അഡ്രസ്സിലോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാവുകയാണ്. ശ്രുതിയുടെ കൂടെ വേറൊരു ചെറുക്കനെയും കൂട്ടി റൂം അങ്ങ് പൂട്ടുവാണ്. പിന്നീട് റൂം തുറക്കാൻ വരുന്നത് പോലീസുകാരായിരിക്കും. ഡോറ് തുറക്കുമ്പോൾ പോലീസുകാരെ കാണുന്ന ശ്രുതി ഒന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ വലിച്ചു പിടിച്ച് ശ്രുതിയെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. അതുപോലെ ആ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് പേരെ കൂടെ പിടിക്കുന്നുണ്ട്. ഒരു ട്രാപ്പ് തന്നെയാണ് ശ്യാം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ശ്രുതിയുമായിട്ട് താഴോട്ട് വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചിരിക്കുന്നേ? എന്നെ വീഴുന്നുണ്ടോ എന്ന് ശ്രുതി പറയുന്നു. തെറ്റ് ചെയ്തിട്ട് നീ വലിയ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? ഒരു റൂമിൽ നിന്നേ ഒരാണിനെയും പെണ്ണിനെയും പിടിക്കുന്നത് എന്തിനാ? അതിന് തന്നെയാ നിന്നെ പിടിച്ചിരിക്കുന്നത്. നീയേ അധികം സംസാരിക്കാതെ ഞങ്ങളുടെ കൂടെ വരുന്നതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ബലം പ്രയോഗിക്കേണ്ടി വരും. ഞാൻ ഇങ്ങോട്ട് ഇവിടുത്തെ മാഡം വിളിച്ചിട്ട് വന്നതാ. പിടിക്കപ്പെട്ടപ്പോ കള്ളം പറയുന്നോ? മിണ്ടാതെ ഞങ്ങളുടെ കൂടെ വാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? കണ്ടോ, എന്റെ കല്യാണം കഴിഞ്ഞതാ. എന്റെ കഴുത്തിൽ താലി കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പത്തെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ. കഴുത്തിലെ താലി വിട്ടിട്ടാ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. ചോദിക്കാൻ ചെന്ന എന്റെ കല്യാണം കഴിഞ്ഞതാണെന്നും പറഞ്ഞ് അവരങ്ങ് മുങ്ങും. എന്നാലേ ഇനി അങ്ങനെയൊന്നും പറ്റില്ല. മര്യാദയ്ക്ക് എന്റെ കൂടെ പോര് എന്നും പറഞ്ഞ് ശ്രുതിയെ പോലീസുകാരെല്ലാവരും ചേർന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും വീണ്ടും ശ്രുതി പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ ഇട്ടിരിക്കുന്നേ? എന്നെ വിടുന്നുണ്ടോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഒരു കാരണവശാലും പോലീസുകാർ ശ്രുതിയെ വിടുന്ന ഒരു വഴിയും ഉണ്ടായിരിക്കില്ല. നിന്നെപ്പോലുള്ളവരെ ഒരുപാടെണ്ണത്തിന് ഞങ്ങൾ ദിവസം കാണാറുള്ളതാ. ഇതുപോലുള്ള ഡയലോഗൊന്നും ഇങ്ങോട്ടടിക്കാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് നീയല്ലേ പറഞ്ഞ് നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന്? നിന്റെ ഭർത്താവിനെ വിളിച്ചു വരുത്ത്, എന്നിട്ട് നീ പോയാൽ മതി എന്ന് ശ്രുതിയോട് പറയുന്നു. അങ്ങനെ അശ്വിനെ വിളിക്കുന്നുണ്ട്. അശ്വിൻ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വരിക. കരഞ്ഞുകൊണ്ട് ശ്രുതി നിൽക്കുന്നത് കാണുമ്പോൾ അശ്വിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അശ്വിനെ കാണുന്നതും ശ്രുതി വേഗം തന്നെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അശ്വിൻ സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരെന്നെ വെറുതെ കൊണ്ടുവന്നതാ. സാർ എന്തിനാ എൻ്റെ ഭാര്യയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് താനാണോ തീരുമാനിക്കുന്നേ? തൻ്റെ ഭാര്യയെ രാവിലെ പുറത്തോട്ട് വിടുമ്പോൾ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. ഞങ്ങളെ പിടിച്ചതേ ഒരു ലോഡ്ജ് പോലത്തെ ഒരു സ്ഥലത്ത് നിന്നാ. അത് വീടൊന്നുമല്ല. എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഭാര്യയെ എനിക്ക് നന്നായിട്ടറിയാം. മര്യാദയ്ക്ക് ഇവളെ വിടുന്നതാ നല്ലത്. അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ വിടാനൊന്നും പറ്റില്ല. അപ്പോഴേക്കും പോലീസുകാരനൊരു ഫോൺ വരുന്നുണ്ട്. ഹലോ സാർ, കമ്മീഷണറോ? ആ പറയൂ സാർ. അശ്വിൻ സായിറാമിൻ്റെ ഭാര്യയെ നീ അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിട്ടുണ്ടോ? മര്യാദയ്ക്ക് ആ കുട്ടിയെ ഒരു കേസും ഇല്ലാതെ വിടുന്നതാ നല്ലത്. എനിക്ക് വെറുതെ തലവേദന ഉണ്ടാക്കി വെക്കരുത് എന്നൊക്കെ കമ്മീഷണർ പറയുന്നു. ഇത് കേട്ട് ശരി സാർ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. സോറി സാർ, തെറ്റിദ്ധാരണയെ പുറത്ത് പിടിച്ചതാ. നിങ്ങൾക്ക് പോവാം, കേസൊന്നുമില്ല എന്നും പറഞ്ഞ് പോലീസുകാർ അശ്വിൻ്റെ കൂടെ ശ്രുതിയെ വിടുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ശ്രുതി പുറത്തോട്ട് ചെല്ല. അപ്പോഴേക്കും മീഡിയക്കാരെല്ലാം പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. സാർ, എന്താ ഇവിടെ നടന്നേ? എന്തിനാ സാറിൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? ഞങ്ങൾ അറിഞ്ഞത് സാറിൻ്റെ ഭാര്യ നിർത്തുന്നുണ്ടോ?
മര്യാദയ്ക്ക് ഇപ്പെടുത്ത വീഡിയോസ് എല്ലാം കളയുന്നതാ നല്ലത്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കോടതി കയറേണ്ടി വരും എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് ശ്രുതിയെ കൂട്ടി പോകുന്നുണ്ട്. വണ്ടിയിൽ പോകുന്ന സമയത്ത് ശ്രുതി അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് അശ്വിൻ സാറേ, ആ സമയത്ത് വന്നിട്ട് എന്നെ അവിടുന്ന് ഇറക്കിക്കൊണ്ട് വന്നതിന്. നീയേ എന്തു പറഞ്ഞാലും എൻ്റെ ഭാര്യ തന്നെയാ. പിന്നെ ഈ കാര്യമൊന്നും നിന്റെ അച്ഛനോടും അമ്മയോടും അമ്മയോടൊന്നും പറയണ്ട, അവർക്കൊന്നും അത് താങ്ങാനായിട്ട് പറ്റില്ല. അതുമാത്രമല്ല, ഇനി ഇതുപോലെ എന്തെങ്കിലും ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് പോയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞാൽ മതി, അല്ലാതെ ഇതുപോലുള്ള ചതിക്കുഴിയിലൊന്നും ചെന്ന് ചാടാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഉപദേശിക്കുന്നുണ്ട്. ശ്രുതിക്ക് അശ്വിൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഒരു അടുപ്പം തോന്നി തുടങ്ങുവാണ്. പിന്നീടായിട്ട് ഇതേ സമയത്ത് ശ്യാം അഞ്ജലിയോട് പറയുന്നുണ്ട് ശ്രുതിയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ. അഞ്ജലി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക, ശ്രുതി ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അശ്വിൻ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്നാലും ആ കുട്ടിക്ക് ഈ വീട്ടിൽ വന്നേ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ, അത് ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം. കുഞ്ഞന് അവളെപ്പോലൊരു ഭാര്യയെ കിട്ടിയത് തന്നെ ഏതോ ജന്മത്തിൽ അവൻ ചെയ്ത പുണ്യോ, അത്രയും നല്ല കുട്ടിയാ. എല്ലാം ശരിയാ അഞ്ജലി, എന്നാലും അവളുണ്ടല്ലോ, അവള് നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. അതെന്താ ആ ശ്യാമേട്ടൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? ഇനി ശ്യാമേട്ടനല്ല, ആരൊക്കെ പറഞ്ഞാലും ശ്രുതിയെ ഞാൻ വിശ്വസിക്കാതിരിക്കില്ല. അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ അങ്ങനൊരു പെൺകുട്ടിയല്ല. വെറുതെ അവളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കരുത് എന്ന് അഞ്ജലി ദേഷ്യത്തില് ശ്യാമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അശ്വിനും ശ്രുതിയും വരുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അഞ്ജലിയെ കാണുമ്പോഴേക്കും അഞ്ജലി ചേച്ചി എന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെ, നീ സങ്കടപ്പെടാതിരിക്കുക, കുഴപ്പമൊന്നുമില്ലല്ലോ, അശ്വിൻ വന്നില്ലേ, നീ സങ്കടപ്പെടല്ലേ. ഈ ഭൂമിയിൽ ഇതുപോലുള്ളവരും ഒരുപാടുണ്ട്. ഇതുപോലെ ചതിക്കുഴികൾ ഒരുക്കി വെച്ച് അതിൽ കൊടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് മോളെ. മോളിനി അതിലൊന്നും ചെന്ന് ചാടരുത്. ശ്രുതി വന്നതറിഞ്ഞ മുത്തശ്ശിയും അതുപോലെ മനോരമയും പ്രീതിയും ആകാശൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രീതിയാണെങ്കിൽ ഓടി വന്ന ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ചേച്ചി, കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ട് മനോരമ പറയുന്നുണ്ട്, അല്ലെങ്കിലും നീ ആരെങ്കിലും വിളിക്കുമ്പോഴേക്ക് അങ്ങോട്ട് ഓടിപ്പോകുന്ന എന്തിനാ? ആരെ വിശ്വസിച്ചിട്ടാ നീ അങ്ങ് ഇറങ്ങി പോകുന്നത്? അല്ലെങ്കിൽ ആരോട് പറയാനാ? പറഞ്ഞ കേൾക്കുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഇതിപ്പോ ചേച്ചിയോ അനിയത്തിയും കണക്കാ, രണ്ടും ഒരു നൂലില് കെട്ടാം എന്നൊക്കെ മനോരമ ദേഷ്യത്തിൽ പറയാ. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ദേ മനോരമേ, മര്യാദയ്ക്ക് സംസാരിക്കുക. ആ കുട്ടി ആകെ പേടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. മോളെ ശ്രുതി, നീ പോയിട്ടെ ഫ്രഷ് ആയിട്ട് വാ എന്നും പറഞ്ഞ് മുത്തശ്ശി ശ്രുതിയെ ഉള്ളിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. മനോരമേ, നീ ഇങ്ങ് വാ, നിനക്കുള്ളത് ഞാൻ തരാം. അങ്ങനെ മോഹനന്റെ കൂടെ മനോരമ പോകുന്നുണ്ട്. എന്നാൽ അഞ്ജലിക്ക് വലിയ സങ്കടമായിരിക്കും. എന്നാ ശ്യാമിന് ഇത് നല്ലൊരു അവസരമായിട്ട് തന്നെയാ തോന്നുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നെങ്കിലും വീണ്ടും ഇതുപോലെ ഒരു ഡോസും കൂടെ കൊടുത്താൽ ഉറപ്പായിട്ടും അശ്വിന് ശ്രുതിയെ സംശയിക്കും, അത് ഉറപ്പാ എന്നാണ് ശ്യാം കരുതുന്നത്. പിറ്റേ ദിവസം അങ്ങനെ ശ്രുതി പുറത്തോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് പ്രീതി അടുക്കളയിൽ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും പ്രീതിയുടെ ഫോൺ അടിക്കുന്നത്. അപ്പോൾ ഫോണിൻ്റെ അടുത്ത് തന്നെ ശ്യാമും ഉണ്ടായിരിക്കും. ശ്രുതിയാണ് വിളിക്കുന്നതെന്ന് കാണുമ്പോൾ ശ്യാം ചിന്തിക്കുന്നുണ്ട്, ഫോൺ എടുത്താലോ? അല്ലേ വേണ്ട, പ്രീതി തന്നെ വന്ന് എടുത്തോട്ടെ. പ്രീതി, ഫോൺ അടിക്കുന്നുണ്ട്, ശ്രുതിയാണ്, കുറേ നേരമായി. പ്രീതി അങ്ങനെ ഫോൺ എടുക്കാനായിട്ട് വരിക, രണ്ട് കൈയിലും പൊടിയായിരിക്കും. എന്നാ ശ്യാമിൻ്റെ അടുത്ത് അത് എടുത്തു തരാനൊന്നും പറയുന്നില്ല. ശ്രുതി തന്നെ അവിടെ ഇരുന്ന് ഫോൺ ഓണാക്കി സ്പീക്കറിലിടുവാണ്. എന്താ ശ്രുതി, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി കരയുമായിരിക്കും. ചേച്ചി, എന്നെ 3-4 പേര് കൂടി തട്ടിക്കൊണ്ട് പോന്നിരിക്കുക, ഞാൻ ചേച്ചിക്ക് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് എന്നായിരിക്കും ശ്രുതി പറയുന്നത്. അതോടുകൂടി ശ്രുതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നുണ്ട്. ഇത് കേട്ട് പ്രീതി കരയുവാണ്. എന്താ എന്താ സംഭവിച്ചേ, എന്താ ശ്രുതിക്ക് എന്നൊക്കെ ശ്യാമിങ്ങനെ ചോദിക്കുകയാണ്. ശ്രുതി ആരോ തട്ടിക്കൊണ്ട് പോയെന്നാ പറയുന്നേ, അവളെനിക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാനെന്തായാലും പോയിട്ട് വരാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഓടുന്നുണ്ട് പ്രീതി. വിളിച്ചിട്ടൊന്നും പ്രീതി നിൽക്കുന്നുണ്ടായിരിക്കില്ല.